സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. ഗസയാണ് ആദ്യ വിഷയം. അവിടെ ഇസ്രായേൽ ആക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂറിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഏറ്റുമുട്ടൽ ഒന്നുകൂടി രൂക്ഷമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഖാൻ യൂനിസിലും അതുപോലെ തന്നെ മധ്യ ഗസയിലുമൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ നിരവധി ഫലസ്തീനികളൊക്കെ കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ അതേസമയം തന്നെ ഹമാസ് നേതാവിൻ്റെ കൊലപാതകത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ശക്തമായി തന്നെ രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലൊക്കെ നിരവധി ജനങ്ങളാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത്. ചെങ്കടൽ കേന്ദ്രീകരിച്ച് ഹൂത്തികളും അതിശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചരക്ക് കപ്പലുകളൊക്കെ കേന്ദ്രീകരിച്ച് മിസൈൽ ആക്രമണമൊക്കെ ഹൂത്തി വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ UN രക്ഷാസമിതി യോഗം ചേരുന്നുണ്ട്. ചെങ്കടൽ ഇഷ്യൂ തന്നെയാണ് പ്രധാനമായും രക്ഷാസമിതി യോഗത്തിലും ചർച്ചയാകാൻ പോകുന്നത്. നിഷാദ്, ഇപ്പോൾ ഹമാസ് നേതാവിൻ്റെ കൊലപാതകത്തിലൂടെ ഏറ്റുമുട്ടൽ ഒന്നുകൂടി രൂക്ഷമായിരിക്കുകയാണ്. ഹമാസും അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ചേർന്നുള്ളൊരു ആക്രമണം അത് ഏത് രീതിയിലായിരിക്കും? ഇസ്രായേൽ തീക്കൊള്ളി കൊണ്ടാണോ ചൊറിയുന്നത്? അല്ല, ഹമാസിനെ സംബന്ധിച്ച് ഈ യുദ്ധം ഉണ്ടായതിനു ശേഷമുള്ള അവരുടെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നും വിളിക്കാവുന്നതാണ് റൂയിയുടെ മരണം, അല്ലെങ്കിൽ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു. കാരണം ഹമാസിൻ്റെ വളരെ തന്ത്രപ്രധാനമായ പദവിയിലിരിക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല, ഇറാൻ ആൻഡ് അവിടുത്തെ മിലീഷ്യകൾ, ഹമാസ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കൊക്കെ സവിശേഷ പ്രാധാന്യമുള്ള ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഹമാസിനെ സംബന്ധിച്ച് വലിയ ലോസാണ് ഉണ്ടായിട്ടുള്ളത്. അതവിടെ ഇരിക്കെ തന്നെ ഇസ്രായേൽ നോക്കൂ, ഇത്രയും തന്ത്രപ്രധാന സ്വഭാവമുള്ള ഒരാളെ കൊല്ലുകയും കൊന്നത് ഞങ്ങളാണ്, തീവ്രവാദികളായ ഹമാസിൻ്റെ നേതാക്കളെ ഞങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് മുൻ പറഞ്ഞത് പ്രകാരം എന്ന് ഇസ്രായേൽ ഇവിടെ അവകാശപ്പെടുന്നില്ല എന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൻ്റെ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുത്തിട്ടില്ല. അതേസമയം ഹമാസിൻ്റെ നേതാക്കളെ ലോകത്ത് എവിടെയുണ്ടെങ്കിലും വേട്ടയാടി കൊല്ലാൻ മൊസാദിന് നിർദ്ദേശം കൊടുത്തു നെതന്യാഹു എന്ന വാർത്ത ഒരു ഘട്ടത്തിൽ വലിയ ചർച്ചയായി മാറിയതാണ്. ആ കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ വിദേശത്തുള്ള ഒരു ടെറർ ഗ്രൂപ്പ് തലവനെ കൊന്നു എന്ന് ഇസ്രായേൽ പറയുന്നില്ല എന്നത് അവർ ചെയ്തിട്ടുള്ളത് ഒരു അതിക്രിയയാണ്. ഇപ്പോൾ തീക്കളിയാണോ എന്ന് ദിവ്യ ചോദിച്ച പോലെ ഒരു അതിക്രിയയാണ് എന്ന് അവർക്കറിയാം. കാരണം ഒന്നാമത്തേത്, ഇത് ഒരു വേറൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനകത്ത് കയറി നടത്തിയിട്ടുള്ള ആക്രമണമാണ്. കൊന്നത് അവരുടെ ശത്രുവിനെയാണെങ്കിലും മറ്റൊരു രാജ്യത്ത് കടന്ന് വളരെ ടെൻഷൻ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വേറൊരു രാജ്യത്തിനകത്ത് നടത്തിയ ആക്രമണമാണ്. അത് ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് ഓൾറെഡി അവർ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് മിലീഷ്യകളുടെ പ്രതികരണം വേറെ. അപ്പോൾ ഇതിനകത്ത് അമേരിക്കയുടെ ഒരു കർശനമായ വാർണിംഗ് ഈ ഇസ്രായേലിനുണ്ട്. നിങ്ങൾക്ക് ഗസയെ ആക്രമിക്കാം, ഗസയെ ആക്രമിക്കുന്ന തന്നെ നിങ്ങൾ വലിയ തോതിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിലാണ് പോകുന്നത്. ഗസയ്ക്ക് പുറത്തേക്ക് യുദ്ധം വികസിപ്പിക്കാനുള്ള ഒരു സംഗതിക്കും ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല. അമേരിക്ക അത് ആഗ്രഹിക്കുന്നില്ല എന്ന് ഓൾറെഡി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ചെയ്തിട്ടുള്ള സംഗതി എന്താണ്? മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേലെ നടത്തുന്ന ആക്രമണം യുദ്ധത്തെ വികസിപ്പിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. അപ്പോൾ ഇത് ഞങ്ങളാണ് നടത്തിയത് എന്ന് പ്രഖ്യാപിച്ചാൽ ഗസയ്ക്ക് പുറമെ മറ്റൊരു രാജ്യത്തെ കൂടി ആക്രമിക്കുന്നു നിലവരികയും അത് വലിയ യുദ്ധമായി മാറാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഒന്നാമത്തെ പ്രശ്നം അതാണ്. അതുകൊണ്ട് അവർക്കൊരു നിലയ്ക്ക് ഇത് അവകാശപ്പെടാൻ കഴിയില്ല ഞങ്ങളാണ് കൊന്നത് എന്ന്. ഇതിനകത്ത് അതുകൊണ്ടാണ് ഒരു അവകാശവാദമായിട്ട് അവർ മുന്നോട്ട് വരാത്തത്. രണ്ടാമത്തേത്, ഇത് ICJയിൽ ദക്ഷിണാഫ്രിക്ക കേസിന് പോയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്ക കേസിന് പോയിരിക്കുന്നത് വാർ ക്രൈം നടന്നുകൊണ്ടിരിക്കുന്നു, പരിധി വിട്ട ആക്രമണം നടക്കുന്നു എന്നതാണ് അവരുടെ കേസ്. ആ കേസ് അടുത്ത ആഴ്ച വാദം കേൾക്കാനിരിക്കെ ഈ അതിക്രിയകൾ ചെയ്തു കൂട്ടിയാൽ ഇസ്രായേലിനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഓൾറെഡി വാർ ക്രൈംസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യന് നമ്മുടെ മുമ്പിൽ ഒരുപാട് തെളിവുണ്ട്. ഒരു കോർട്ട് ഓഫ് ജസ്റ്റിസ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വെറുതെ ഒരൊറ്റ നോട്ടത്തിൽ വാർ ക്രൈമുകളുടെ ഒരു നീണ്ട നിര കാണാൻ പറ്റും. ജനീവ കൺവെൻഷൻ മുന്നോട്ട് വച്ചിരുന്ന എല്ലാ നിബന്ധനകളുടെയും നഗ്നമായ ലംഘനം കാണാൻ കഴിയും. UN പ്രമേയങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നഗ്നമായ ലംഘനം കാണാൻ കഴിയും. അത് കാണുകയും ഇത് വാർ ക്രൈമാണ്, ഇത് നിർത്തണം എന്ന് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്താൽ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ കോർട്ട് ഓഫ് ജസ്റ്റിസ് പരിഗണിക്കാനിരിക്കെ ഇത്തരമൊരു സംഭവം നിങ്ങൾ ചെയ്യുന്നത് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ സ്ട്രാറ്റജി മിസ്റ്റേക്ക് ആണോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. രണ്ടാമത്തേത്, അവരത് ഓൺ ചെയ്യാത്തതിൻ്റെ കാരണവും അതാണ്. എന്തായാലും ഈ യുദ്ധം വികസിക്കുക എന്ന് വെച്ചാൽ ഇത് സങ്കീർണമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ ഇസ്രായേലിനെ മറ്റൊരു രാജ്യത്തിന്, മറ്റൊരു കേന്ദ്രത്തിന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഹൂത്തികളെ സംബന്ധിച്ചായാലും മറ്റ് മിലീഷ്യകളെ സംബന്ധിച്ചായാലും ഇറാനെ സംബന്ധിച്ചായാൽ പോലും ഈ ഇസ്രായേലിന് നേരെ വരുന്ന മറ്റ് ബാഹ്യമായ ആക്രമണങ്ങൾ ജസ്റ്റിഫൈ ചെയ്യപ്പെടും, നീതീകരിക്കപ്പെടും. കാരണം എന്താണ്? ഗസയിലെ ഹമാസിനെ ഇല്ലാതാക്കാൻ നടത്തുന്ന ആക്രമണം എന്ന് പേര് പറഞ്ഞിട്ട് മറ്റു രാജ്യങ്ങളുടെയും പരമാധികാരത്തിന് മേൽ നടത്തുന്ന ആക്രമണം യുദ്ധം വലുതാക്കാൻ സാധ്യതയുള്ളതാണ്. അതിന് സ്വാഭാവികമായ റിട്ടാലിയേഷൻ എന്നുള്ള പ്രതികരണം ഉണ്ടാവും എന്ന ഒരു ഫോർമുല അവിടെ വർക്ക് ചെയ്യപ്പെടുമല്ലോ. സോ അതെല്ലാം കൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരിപ്പോൾ നടത്തിയിട്ടുള്ള അറ്റാക്കിന് പലതരത്തിലുള്ള അനുരണന സാധ്യതയുള്ള ഒന്നാണ്.
ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ ഇനി ഈ ഹൂത്തികൾ ഇപ്പോൾ അവരുടെ പ്രതികരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 2 കപ്പൽ വേധ മിസൈലുകൾ അയച്ചു. അത് കപ്പലിൽ വന്ന് വീണിട്ടില്ല, പക്ഷേ അവരുടെ ലക്ഷ്യം കപ്പലുകളായിരുന്നു. ഓൾറെഡി വൻപൻ കമ്പനികൾ പലതും 1 മാസത്തേക്കും 2 മാസത്തേക്കും എല്ലാ സർവീസും അവർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ പലതരത്തിൽ ഇത് വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവർ നേരിടുന്ന, ഇപ്പോൾ ഹാരിസ് റിപ്പോർട്ട് ചെയ്യുന്ന അവരുടെ സീനിയർ ഒഫീഷ്യൽസ് എല്ലാം സീരിയസ്ലി കൺസേൺഡ് അബൌട്ട് ദിസ് ICJ പ്രോസസ്സ് എന്നാണ്. കാരണം ICJ പ്രോസസ്സ് ഉണ്ടാക്കുന്ന ദക്ഷിണാഫ്രിക്ക എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്. അവരുടെ കയ്യിൽ ഒരുപാട് എവിഡൻസ് ഉണ്ട്. ലോകത്ത് നിന്ന് എവിടെ നോക്കിയാലും എവിഡൻസ് അവൈലബിൾ ആണ്. അത് ഇസ്രായേലിന് മേലൊരു ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള ഇതിൽ നിൽക്കുമ്പോഴാണ് ഈ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാകുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ അതുകൊണ്ട് ഹമാസിൻ്റെ ഒരു ലീഡറിനെ കൊല്ലാനായി എന്നുള്ളത് ഇവരുടെ ഒരു യുദ്ധത്തിലെ ഒരു നിർണായക നാഴികക്കല്ലാണ് എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ അത് അവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. യെസ്, അതാണ് അജിത്. അറൂറിയുടെ കൊലപാതകത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമോ ഇസ്രായേലിന്? അത് ഹമാസിന്റെ നേതാക്കളെ കൊല്ലുമെന്ന് അവർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. രാജ്യത്ത് എവിടെയായാലും ആക്രമിച്ചു കൊല്ലും. അതിൽ ഒരാളെ അവർ കൊന്നു കഴിഞ്ഞു. പക്ഷേ യഹ്യ സിൻവർ എന്ന് പറഞ്ഞ ഹമാസിന്റെ ഗസയിലെ നേതാവ് ഗസയിൽ തന്നെയാണുള്ളത്. ഗസയിൽ ഒരു നേതാവിനെയാണ് കൊന്നിരുന്നതെങ്കിൽ അതൊരു യുദ്ധവിജയമായിട്ട് ഇസ്രായേലിന് പറയാമായിരുന്നു. ഇത് പുറത്ത് ലബനാനിലുള്ള ഹിസ്ബുള്ളയുടെ ആയിട്ട് എന്താണ് ടൈപ്പ് ഉള്ള ഒരു നേതാവാണ് അദ്ദേഹം. ഒരു പക്ഷേ ഹമാസിൻ്റെ ലബനാനിലെ അംബാസഡർ എന്നൊക്കെ പറയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇറാനുമായിട്ട് നല്ല ബന്ധമുണ്ട്. അമേരിക്ക അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് $5 മില്യൺ വിലയിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ടെററിസ്റ്റായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. അങ്ങനെയുള്ള ആളാണ് ഇസ്രായേൽ കൊന്നത്. എന്നിട്ടും ഞങ്ങൾ കൊന്നു എന്ന് അവർ പറയുന്നില്ല, അവരത് അവകാശപ്പെടുന്നില്ല. അവർ പറയുന്നതിൻ്റെ റിട്ടാലിയേഷന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ്, എന്ത് തിരിച്ചടി ഉണ്ടായാലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു വിജയം തന്നെയാണ് ഒരർത്ഥത്തിൽ. ഒരു ഹമാസ് നേതാവിനെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ നാട്ടിൽ ഞങ്ങളിത് ചെയ്തു എന്ന് പറയാം. അതായത് കുറേ 1000-കണക്കിന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് ഞങ്ങൾ അവിടെ കൊന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ പറയാൻ പറ്റില്ല. ഹമാസിൻ്റെ ഒരു നേതാവിനെ കൊന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് അവർ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് അതിന് വേറൊരു പ്രശ്നം. ഈ നിഷാബ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ യുദ്ധം വ്യാപിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ആഭ്യന്തരമായി ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലോകത്ത് അവർ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഒക്ടോബർ 7 അവരൊരു വിക്ടിം ലെവലിലായിരുന്നു. ഞങ്ങളൊരു വിക്ടിമാണ്, ഞങ്ങളിത് ആക്രമിക്കപ്പെട്ടിരിക്കും, ഞങ്ങൾ 1200 വരെ കൊന്നിരിക്കുന്നു ഹമാസ്, ഞങ്ങൾക്ക് തിരിച്ചടിക്കണമെന്ന് പറയുമ്പോൾ ലോക മനസാക്ഷി മുഴുവൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരത് ചെയ്യട്ടെ എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈവൻ ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പോലും ഒക്ടോബറിൽ തെലവീവിലെത്തി നെതന്യാഹുവിനെ കണ്ടതാണ്. അങ്ങനെ കണ്ട ഫ്രഞ്ച് പ്രസിഡന്റ് പിന്നീട് സ്വരം മാറ്റുന്നത് നമ്മൾ കണ്ടു. ജോ ബൈഡൻ പൂർണ്ണ പിന്തുണ യുദ്ധത്തിന് കൊടുക്കുമ്പോൾ പോലും അദ്ദേഹം ആഭ്യന്തര സമ്മർദ്ദത്താൽ യുദ്ധം വ്യാപിപ്പിക്കരുതെന്ന് താക്കീത് കൊടുക്കുന്നു. എന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങളെല്ലാം സൈലൻ്റ് ആണ്. അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലോകത്ത് അവർ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. അവർക്ക് അമേരിക്കയുടെ പിന്തുണയുണ്ട്, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് കരുതിയെടുത്ത് നിന്ന് അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ആ ഒറ്റപ്പെടൽ അവർക്ക് വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴല്ല, ഇസ്രായേലിൻ്റെ അകത്ത് ആഭ്യന്തരമായി നോക്കുമ്പോൾ ഒരുതരം ശൈഥില്യം, രാഷ്ട്രീയമായ ശൈഥില്യം ആ സൊസൈറ്റിയെ ബാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി തന്നെ ശൈഥില്യം. ഇപ്പം ഇന്നലെ നെതന്യാഹുവിൻ്റെ ജുഡീഷ്യൽ പരിഷ്കാര നിയമം സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു വാർത്തയാണത്. വലിയ ഇമ്പാക്റ്റ്. കാരണം വെച്ചാൽ ജുഡീഷ്യൽ സിസ്റ്റം ഓവറോൾ ചെയ്യാനുള്ളൊരു നിയമമായിരുന്നു അത്. അതായത് ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത്. അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ നിയമനിർമ്മാണം നടത്തുമോ ഇല്ലേ എന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി അവർ സൈലൻ്റ് ആണ്. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ പ്രതികരണം എന്താണ്? ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് യൂണിറ്റിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ കാര്യങ്ങൾ പിന്നെ ആലോചിക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം അത് ഡിവൈഡഡ് ആണ്. ഓൾറെഡി പൊളിറ്റിക്കലി ഇസ്രായേൽ സമൂഹം ഡിവൈഡഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. യുദ്ധത്തിന് ശേഷം നെതന്യാഹു തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ 15% പേർ മാത്രമാണ്. അപ്പോൾ യൂണിറ്റി നിർണായകമാണ്. കാരണം യുദ്ധം തുടരണം, നെതന്യാഹുവിന് അധികാരത്തിലിരിക്കണം. അതുപോലെ ഇപ്പോൾ ഈ സുപ്രീം കോടതി ഇടപെട്ട നിയമം സ്ട്രൈക്ക് ഡൗൺ ചെയ്തതിനെക്കുറിച്ചും അവർ വലിയ ആശങ്കാകുലരാണ്. അതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ അവർക്ക് പിന്തുണ നഷ്ടപ്പെടുന്നു. അവിടെയാണ് ഈ ചെങ്കടൽ ഇഷ്യൂ. ഇപ്പോൾ മേയേഴ്സ് എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. അവർ ഒരിടയ്ക്ക് ഒരു സമയത്ത് ഈ ആക്രമണം, ഹൂത്തികളുടെ ആക്രമണം വന്ന സമയത്ത് അവർ നിർത്തിവെച്ചിരുന്നു ചെങ്കടൽ വഴിയുള്ള ട്രാഫിക്. പിന്നീട് അവർ വീണ്ടും ആരംഭിച്ചു. അത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അഭ്യർത്ഥന പ്രകാരമാണ് അത് ആരംഭിക്കാൻ പറഞ്ഞത്. അത് നിർത്തിവെച്ച് കഴിഞ്ഞാൽ അത് ഹൂത്തികളുടെ വിജയമായി കണക്കാക്കും. അതുകൊണ്ട് അമേരിക്കൻ പടക്കപ്പലുകളുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പോരെ എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും ആരംഭിച്ചിരുന്നു. ഇന്നലെ മുതൽ അവർ വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ് മേയർസ്ക്. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞതാണ് ഈ ചെങ്കടൽ വഴിയുള്ള കപ്പൽപാത, അതായത് സൂയസ് കനാൽ വഴിയുള്ള കപ്പൽപാത എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഈ അറബിക്കടലിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ലോകത്തെ മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ 12% ചലിക്കുന്നത് അതിലൂടെയാണ്. അവിടെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് ആഗോള വിപണിയെ തന്നെ ബാധിക്കും, ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കും. ഇന്ന് UN രക്ഷാ സമിതി യോഗം ചേരുന്നുണ്ട്.
ഇന്ന് രാവിലെ ഇപ്പോൾ അവിടെ നേരം വിളിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് യോഗം ചേർന്ന് കഴിഞ്ഞിട്ട് അവർ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം ഈ ചെങ്കടൽ ഇഷ്യൂ ആണ്. അവിടെ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടാകുന്നു. അത് ഇസ്രായേലിനെ മാത്രമല്ല ബാധിക്കുന്നത്, മൊത്തം പാശ്ചാത്യ രാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? അതിനുവേണ്ടി ഒരു ആഗോള കൂട്ടായ്മ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സഖ്യസേന ഈ ഹൂത്തികളെ തടയാൻ വേണ്ടി ചിലപ്പോൾ ചെങ്കടലിലേക്ക് വരിക, അവരുടെ സംരക്ഷണയിൽ ഈ കപ്പലുകൾ തിരിച്ചുവിടുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ. അതിന് ആരൊക്കെ തയ്യാറാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. പക്ഷേ നേരത്തെ ഒരു സംയുക്ത സേന അത് അമേരിക്ക ക്ഷണിച്ചതാണ്. അത് അമേരിക്ക ക്ഷണിച്ചു, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വരില്ല എന്ന് പ്രധാനപ്പെട്ട അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾ തന്നെ പറഞ്ഞു. പക്ഷേ ഇതങ്ങനെയല്ല. UN രക്ഷാസമിതിയിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും അങ്ങനെ ഒരു സഖ്യസേന ഉണ്ടാവുകയും ചെയ്താൽ അവർ വരേണ്ടി വരും. പക്ഷെ അതിന് അവർ തയ്യാറാവുമോ എന്നുള്ള പ്രധാന ക്വസ്റ്റ്യൻ. അതിന് കാരണം UN രക്ഷാസമിതിയുടെ അധ്യക്ഷ പദവി ഈ ജനുവരി മുതൽ ഫ്രാൻസിനാണ്. ഫ്രാൻസ് ഇസ്രായേൽ ഗസ യുദ്ധത്തിൽ വളരെ ഹോസ്റ്റൈലായിട്ടുള്ള സ്റ്റാൻഡാണ് ഇസ്രായേലിനെതിരെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. കാരണം ഇത് അതിക്രമമാണ് എന്ന രീതിയിൽ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ 2 തവണ അദ്ദേഹം അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, അമേരിക്കയ്ക്കൊരു മുഴുവൻ പിന്തുണയുമായി ഇപ്പോൾ ഒരു സഖ്യസേന തന്നെ ഇപ്പോൾ ചെങ്കടലിലേക്ക് വരികയാണെന്ന് കരുതുക. ഇപ്പോൾ UN തീരുമാനപ്രകാരം ഒരു സഖ്യസേന ചെങ്കടലിലേക്ക് വരികയാണെങ്കിൽ യുദ്ധം വ്യാപിക്കുകയാണ് ചെയ്യുക. അത് അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല. യുദ്ധം വ്യാപിക്കുന്ന അമേരിക്ക പല കാരണങ്ങളാൽ ഇഷ്ടപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സഖ്യസേന വന്നെന്ന് കരുതുക. ഇപ്പോൾ ഇവിടുന്ന് ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ വീണ്ടും യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും പിന്നീട് മറ്റ് ശക്തികൾ സഖ്യം ചേരാനും അല്ലെങ്കിൽ വേറൊരു ലോകമഹായുദ്ധത്തിലേക്ക് നീളാനും അല്ലെങ്കിൽ കുറേ കൂടി ഒരു ലാർജർ കോൺഫ്ലിക്റ്റിലേക്ക് നീളാനും സാധ്യതകളുണ്ട്. അമേരിക്ക അതിന് തയ്യാറാവുമെന്നറിയാം. എന്തായാലും ഇന്നത്തെ UN രക്ഷാസമിതിയിലെ മീറ്റിംഗ് വളരെ പ്രധാനമാണ്. അത് ചെങ്കടലിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് അവരൊരു തീരുമാനം എടുക്കുകയാണ്. ഒരു സഖ്യസേന വരികയാണെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് വ്യാപിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ. അതേസമയം ഒന്നും ചെയ്യേണ്ടതെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിനുള്ളൊരു തിരിച്ചടി കൂടിയാണ്. അപ്പോൾ ഒരു വശത്ത് ഈ ഹിസ്ബുള്ളയിൽ നിന്ന് ഇനി തിരിച്ചടി ഉണ്ടാകുമോ? ഇറാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഹിസ്ബുള്ളയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നു. ഹൂത്തികൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ആകെ ചെയ്യുന്നത് എന്താണ്? ഇന്നും ബോംബിട്ടിരിക്കുകയാണ്. സൗത്ത് ഗാസയിലാണ് ബോംബിട്ടിട്ടുള്ളത്. ബോംബിട്ട ആളുകൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ എന്താണ് നമ്മൾ മുമ്പ് സംസാരിച്ചതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് അവർ പോകുന്നത്. രാഷ്ട്രീയമായും സൈനികമായും ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അതായത് ഇത് എളുപ്പം പെട്ടെന്ന് തീരുന്നൊരു യുദ്ധമാണെന്ന് നമ്മൾ ഒരിക്കലും കരുതുന്നില്ല. 2024 ഇത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, അതാണ്. ഇനി എത്ര നാൾ യുദ്ധം തുടരുമെന്ന് അറിയില്ല. എങ്കിലും ഹമാസ് നേതാവിൻ്റെ കൊലപാതകത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. കാരണം ഹമാസും ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളുമൊക്കെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് ഏത് രീതിയിലായിരിക്കുമെന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്.